നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം വാഗ്ദാനം ചെയ്തെന്ന് ലീഗ് സ്വതന്ത്രന്റെ ശബ്ദരേഖ. 50 ലക്ഷമോ പ്രസിഡന്റ് സ്ഥാനമോ തിരഞ്ഞെടുക്കാമെന്നായിരുന്നു ഓപ്ഷൻ എന്ന് ലീഗ് സ്വതന്ത്രൻ EU ജാഫർ പറയുന്ന ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. കൂറുമാറി വോട്ട് ചെയ്തതിന് പിന്നാലെ ജാഫർ രാജിവെച്ചു. അട്ടിമറിയിലൂടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ CPM നേടി. ലീഗ് സ്വതന്ത്രനായി തളിയിൽ നിന്നാണ് ജാഫർ വിജയിച്ചത്. ലൈഫ് സെറ്റിലാക്കാൻ ഓപ്ഷൻ കിടക്കുന്നു. 2 ഓപ്ഷനാണുള്ളത്. 50 ലക്ഷമാണ് ഓഫർ കിടക്കുന്നത്. 1ഉം 2ഉം രൂപയല്ല. രണ്ടാമത്തെ ഓപ്ഷൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് പദവിയാണ്. 2-ൽ 1 തെരഞ്ഞെടുക്കാം. നിങ്ങൾ കൂടെ നിന്നാൽ നറുക്കെടുത്താലേ കിട്ടുകയുള്ളൂ. ഇതാവുമ്പം ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയി കസാരയിൽ കയറി ഇരുന്നാൽ മതി എന്ന് ജാഫർ പറയുന്നതിന്റെ ശബ്ദരേഖയാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നടത്തിയ വെളിപ്പെടുത്തലാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM അല്ല പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കുന്നത്. 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞടിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താന്ന് നടക്കല്ലോ അറിയാം. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാൽ മതി. ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ അനിൽ അക്കര DGPക്കും വിജിലൻസിനും പരാതി നൽകിയിട്ടുണ്ട്. UDFനും LDFനും 7 അംഗങ്ങൾ വീതമാണ് ഉണ്ടായിരുന്നത്. UDF അംഗമായിരുന്ന ലീഗ് സ്വതന്ത്രൻ ജാഫർ കൂറുമാറി വോട്ട് ചെയ്തതോടെ വടക്കാഞ്ചേരി ബ്ലോക്ക് ഭരണം LDF പിടിച്ചു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും ജാഫർ വിട്ടുതന്നതോടെ അതും LDFന് കിട്ടി. പിന്നീട് ജാഫർ രാജിവെക്കുകയായിരുന്നു. അതിനിടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPM സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തളി ഡിവിഷൻ അംഗം എന്ന നിലയിൽ 50 ലക്ഷം രൂപ തനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് ജാഫർ മാസ്റ്ററുടെ വെളിപ്പെടുത്തലിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റുമായ PI ഷാനവാസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ തനിക്ക് 50 ലക്ഷം രൂപ നൽകാമെന്ന് CPM പറഞ്ഞിട്ടുണ്ടെന്ന ജാഫർ മാസ്റ്ററുടെ ശബ്ദരേഖ പുറത്തുവിട്ടിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെളിവ് സഹിതം KPCC ജനറൽ സെക്രട്ടറി അനിൽ അക്കര DGPക്കും വിജിലൻസ് ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് നടപടി. ദേശീയപാത പുതുക്കാട് സെന്ററിൽ KSRTC ബസ്സും സൂപ്പർ ഫാസ്റ്റ് ബസ്സും ടോറസ് ലോറിയും ഇടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. തൃശ്ശൂരിൽ നിന്ന് പുനലൂരിലേക്ക് പോയിരുന്ന സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരേ ദിശയിലായിരുന്നു 2 വാഹനങ്ങളും. ബസിൻ്റെയും ടോറസിൻ്റെയും വശങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. ബസിൻ്റെ സൈഡ് സീറ്റിൽ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് തൃശ്ശൂർ എറണാകുളം ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്കുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. ചെങ്ങന്നൂർ കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മന്നം ജയന്തി ആഘോഷിച്ചു. പ്രസിഡന്റ് VV രാജേഷ്, സെക്രട്ടറി വിജയകുമാർ, ട്രഷറർ ചന്ദ്രമതി സുരേഷ്, കമ്മിറ്റി അംഗങ്ങളായ സിജു എടത്തൂട്ട്, രേഖ രാധാകൃഷ്ണൻ, മധുകുമാരി, ലീല ബാലകൃഷ്ണൻ, മധു കടമ്പനാട്ട, സുരേഷ്, മറ്റ് കരയോഗാംഗങ്ങൾ എന്നിവർ പുഷ്പാർച്ചന നടത്തി. ജന്മദിനമാണ് നമ്മളിന്ന് നമ്മുടെ കരയോഗത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടെങ്ങും ഇന്ന് വളരെ വിപുലമായ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 6-ന് കുട്ടികൾക്ക് വിരനശീകരണ ഗുളിക നൽകും. ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ഭാഗമായി ജനുവരി 6-ന് കുട്ടികൾക്ക് വിരനശീകരണ ഗുളിക നൽകും. ജനുവരി 6-നാണ് ദേശീയ വിരവിമുക്ത ദിനം. ജനുവരി 6-ന് ഗുളിക ലഭിക്കാത്ത കുട്ടികൾക്ക് ജനുവരി 12-ന് ഗുളിക നൽകും. 1 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വിരഗുളിക നൽകുന്നത്. അങ്കണവാടികൾ, നഴ്സറികൾ, സ്കൂളുകൾ വഴിയാണ് ഗുളിക വിതരണം ചെയ്യുക.
പ്രധാനമായും കുട്ടികളിൽ ഉണ്ടാകുന്ന വിളർച്ച രോഗത്തെ തടയുന്നതിനാണ് ആൽബൻഡസോൾ ഗുളിക കുട്ടികൾക്ക് നൽകുന്നത്. 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 200 മില്ലിഗ്രാമിൻ്റെ ഒരു ഗുളികയും 2 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 400 മില്ലിഗ്രാമിൻ്റെ ഒരു ഗുളികയുമാണ് നൽകുന്നത്. ജില്ലയിലാകെ 6,33,105 കുട്ടികൾക്കാണ് ഇതിൻ്റെ ഭാഗമായി വിരഗുളിക നൽകുന്നത്. കുട്ടികൾക്ക് വിരഗുളിക നൽകുന്നതിൻ്റെ മുന്നോടിയായി കളക്ട്രേറ്റിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. യോഗത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ KG പ്രാൻസിംഗ് അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ വിരഗുളിക കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ NA ഷീജ വിശദീകരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, ജില്ലാ ലെപ്രസി ഓഫീസർ ഡോക്ടർ ഫ്ലെമി ജോസ്, വിവിധ വകുപ്പുകളുടെ മേധാവികൾ, പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പട്ടിയും പൂച്ചയും ബദ്ധവൈരികളാണെന്നാണ് പൊതുവെയുള്ള ധാരണ. പട്ടിയുടെ മുന്നിലേക്ക് പൂച്ചയെ പിടിച്ചിട്ട പോലെ എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. എന്നാൽ ഈ ധാരണയെ പൊളിച്ചെഴുതുകയാണ് മറ്റത്തൂർ വാസുപുരത്തുള്ള ഇളയടത്ത് രാധമ്മയുടെ വീട്ടിലെ പട്ടിയും പൂച്ചയും. അമ്മയും കുഞ്ഞുമായാണ് ഇവർ ഈ വീട്ടിൽ കഴിയുന്നത്. രാധമ്മയുടെ വീട്ടിലേക്ക് എവിടെ നിന്നോ എത്തിപ്പെട്ടതാണ് പെൺപട്ടി. ഇതിനിടെ ഒരു പൂച്ചക്കുഞ്ഞും രാധമ്മയുടെ വീട്ടിൽ എത്തിപ്പെട്ടു. വിരുന്നുകാരിയായി എത്തിയ പൂച്ച വൈകാതെ വീട്ടിലെ ഒരംഗമായി മാറി. 2 മാസം മുൻപ് പെൺപട്ടി പ്രസവിച്ചു. 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. വൈകാതെ പട്ടിക്കുഞ്ഞുങ്ങളും പൂച്ചക്കുഞ്ഞും ചങ്ങാത്തത്തിലായി. പിന്നീട് പട്ടിക്കുഞ്ഞുങ്ങളെ നാട്ടുകാരിൽ ചിലരെത്തി വളർത്താനായി കൊണ്ടുപോയി. മക്കളെ കാണാതായതോടെ അമ്മപ്പട്ടിയുടെ വാത്സല്യം പൂച്ചക്കുഞ്ഞിന് ലഭിച്ചു. ആദ്യമൊക്കെ പൂച്ചക്കുഞ്ഞ് അടുത്തെത്തുമ്പോൾ മുരണ്ട് ദേഷ്യം പ്രകടിപ്പിച്ചിരുന്ന പട്ടി പിന്നീട് തൻ്റെ കുഞ്ഞിനെ എന്ന പോലെ പൂച്ചക്കുഞ്ഞിനെ സ്നേഹിക്കാനും മുലയൂട്ടാനും തുടങ്ങി. ഇപ്പോൾ പെൺപട്ടിയുടെ മാതൃസ്നേഹം നുണഞ്ഞാണ് പൂച്ചക്കുട്ടി വളരുന്നത്. പട്ടിയും പൂച്ചയും തമ്മിലുള്ള അസാധാരണ ബന്ധം കണ്ട് വിസ്മയിക്കുകയാണ് നാട്ടുകാർ. പുതുരുചിയുടെ വിസ്മയക്കൂട്ടുമായി മദർ ഫുഡ് കോർട്ട് പുതുവത്സര ദിനത്തിൽ വെണ്ടൂർ പള്ളിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. വെണ്ടൂർ MD ജോൺ മെമ്മോറിയൽ ബിൽഡിംഗിൽ ആരംഭിച്ച മദർ ഫുഡ് കോർട്ട് ഫാദർ ജിൻഡോ ചിറമ്മൽ വെഞ്ചിരിപ്പ് നിർവഹിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രനും തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന വേളയിൽ ഓൾ കേരള ഓട്ടു കമ്പനി ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് മഞ്ഞളി, ആന്റണി ചീരമ്പൻ എന്നിവർ ആശംസകളുമായി എത്തിച്ചേർന്നു. ദേവസി ചെറുമലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ശുദ്ധവും രുചികരവുമായ ഭക്ഷണം, ന്യായമായ വില, വൃത്തിയുള്ള അന്തരീക്ഷം എല്ലാം ഒരുമിച്ച് ഒരുക്കിയാണ് മദർ ഫുഡ് കോർട്ട് പ്രവർത്തിക്കുന്നത്. ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഇന്ന് നമ്മുടെ വെണ്ടൂർ പള്ളിക്കടുത്തുള്ള MD ജോൺ മെമ്മോറിയൽ ഹാളിൻ്റെ അടുത്ത് മദർ കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥയിലുള്ള മദർ ഫുഡ് കോർട്ട് എന്നൊരു സ്ഥാപനം നമ്മൾ ഇന്ന ദിവസം ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്ന ദിവസം എല്ലാവർക്കും എല്ലാ രീതികളിലും നിന്ന വിശിഷ്ടമായ വിഭവങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന ദിവസം ഇവിടെ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുക. അൽഫാം മുതൽ നമ്മൾ മസാല ദോശ മുതൽ എല്ലാ ഐറ്റംസുകളും നമ്മൾ കാലത്ത് മുതൽ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊരു 7 മണിക്ക് തുടങ്ങിയിട്ട് നമ്മളൊരു വൈകിട്ട് 10 മണി വരെയാണ് നമ്മുടെ പ്രവർത്തന സമയം നമ്മൾ ക്രമീകരിച്ചിരിക്കുക. ആവശ്യത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാം പൂർത്തിയായിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. പ്രഭാത ഭക്ഷണം മുതൽ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും വരെ വൈവിധ്യമാർന്ന മെനുവാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ ലഭ്യമാണ്. നാടൻ രുചിക്ക് പുതിയ വിലാസം സന്ദർശിക്കൂ. മദർ ഫുഡ് കോർട്ട്, MD ജോൺ മെമ്മോറിയൽ ബിൽഡിംഗ്, വെണ്ടൂർ. ഫോൺ 9846279330. സഹോദര സ്ഥാപനങ്ങൾ മദർ കാറ്ററിംഗ് തൃക്കൂർ, മദർ ഫുഡ് ലാൻഡ് തൃക്കൂർ, മദർ ഫുഡ് പാർക്ക് ആമ്പല്ലൂർ. $18 കാരറ്റ് സ്വർണം, വെള്ളി, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ കളക്ഷനുമായി പാലിയേക്കര സാറ ടവറിൽ താഴത്ത് ജ്വല്ലറി പ്രവർത്തനം ആരംഭിച്ചു. താഴത്ത് ജ്വല്ലറിയുടെ ഉദ്ഘാടനം പ്രമുഖ സിനിമാ താരം ഹണി റോസ് നിർവഹിച്ചു.
ഫാദർ ജിക്സൺ താഴത്ത്, ഫാദർ ജിൻസൺ ചിരിയങ്കണ്ടത്ത്, നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് A നാഗേഷ് എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു. താഴത്ത് കുടുംബാംഗങ്ങളായ TM ബാബു, സുബിത് ബാബു, ആദിപ് ബാബു, സെബില്ല ബാബു, വിനിത സുബിത്, സാറ മറിയം സുബിത്, ഏഞ്ചൽ ആദിപ് എന്നിവർ സന്നിഹിതരായി. അടിപൊളിയായിരുന്നു. എനിക്ക് വയ്യ. ഒത്തിരി സന്തോഷം. 1-ാം തീയതി തന്നെ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരിന്റെ മണ്ണിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു. എപ്പോഴും തൃശ്ശൂർ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഒരു അവസരവും ഭാഗ്യമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയും വലിയൊരു സ്നേഹവും വെൽക്കമാണ് എപ്പോഴും കിട്ടാറുള്ളത്. ആൻഡ് താഴത്തെ ജ്വല്ലറി എനിക്ക് തോന്നുന്നു ബാബു സാർ അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഒത്തിരി വർഷങ്ങളായിട്ടുള്ള പല ബിസിനസ്, എനിക്ക് തോന്നുന്നു ഓട്ട് കമ്പനി ഉണ്ട്. കമ്പനി തൊട്ട് ഇവിടുത്തെ ഏത് ഓട്ട് കമ്പനി എടുത്താലും സാറിന്റെ ആണെന്നാണ് പറഞ്ഞത്. അത്രയും ഒരുപാട് വർഷങ്ങളായിട്ട്, അതെ, ഒരുപാട് വർഷങ്ങളായിട്ട് പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുട്ടികളാണ് 2 പേരും ഇവിടെ ഉള്ളത്. ബാബു ആൻഡ് സൺസ് എന്നാണ് അല്ലേ അറിയപ്പെടുന്നത് തന്നെ. ആൻഡ് താഴത്തെ ജ്വല്ലറി അവരുടെ വീട്ടുപേരാണ് താഴത്ത്. ആൻഡ് ആദ്യമായിട്ടാണ് തോന്നുന്നു ഈ ജ്വല്ലറി ബിസിനസ്സിലേക്ക് വരുന്നത്. അതെ, അതിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് തന്നെ വളരെ പുഷ്പം പോലെ ഇനി അടുത്ത വർഷങ്ങളിൽ, വരുന്ന വർഷങ്ങളിലൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ജ്വല്ലറീസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള ഉറപ്പുണ്ട് എനിക്ക്. ആൻഡ് ഇവിടുത്തെ ജ്വല്ലറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണ്. ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നമ്മൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും നമ്മൾ ഇട്ട് കഴിയുമ്പം ഒരു കുറേ പവറിൻ്റെ സ്വർണം നമ്മൾ അണിയുന്നത് പോലെ ഒരു ഫീൽ ഉണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യൂണിക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. എല്ലാത്തരം ഡിഫറെൻറ്റ് സ്റ്റൈൽസും അവൈലബിൾ ആണ്. തരം ആഭരണങ്ങളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പം ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതൊന്നും മിസ് ചെയ്യരുത്. ആൻഡ് ഏറ്റവും ഗുണമേന്മയുള്ള ആഭരണങ്ങളാണ് നിങ്ങൾക്ക് താഴത്തെ ജ്വല്ലറിയിൽ നിന്നും ലഭിക്കാൻ പോകുന്നത്. നമ്മയോടെ ഓർക്കുന്നു. എല്ലാവരും ജ്വല്ലറി ഉദ്ഘാടനത്തിന് കാണാൻ പറ്റുന്ന സ്ഥലത്തുണ്ടാവും. ഇത് സാധാരണ ഗ്രാമപ്രദേശമാണ്. നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശം. സാധാരണക്കാരായ എല്ലാവർക്കും വരുവാനും, നേരത്തെ തന്നെ പറഞ്ഞു, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ടൗണിലേക്ക് പോകാതെ തന്നെ അവരുടെ ചെറിയ ചെറിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ ജ്വല്ലറി അടുത്ത വർഷം ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഉയർന്നതിലേക്ക് കുറിക്കട്ടെ എന്നും എല്ലാം നല്ല ശുഭകാര്യങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. തലവണിക്കരയിൽ നിന്നും തന്നെ ഒരു ജ്വല്ലറി തുടങ്ങുന്നത് ആദ്യമായിട്ടാണ്. ബാബുവേട്ടനെ സംബന്ധിച്ച് എല്ലാ മേഖലയിലും കൈവയ്ക്കാൻ കഴിഞ്ഞ് അതൊക്കെ തന്നെ വിജയം കൈവരിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഏതായാലും വലിയ റിസ്ക് എടുത്തുകൊണ്ട് സാധാരണക്കാരന് ഉപകാരപ്രദമായ ഏറ്റവും നല്ല രീതിയിൽ ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇന്ന് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ആ സന്മനസ്സിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും അതുപോലെ മറ്റു മേഖലകളിലേക്ക് അദ്ദേഹം കടന്ന് വിജയിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നാടിൻ്റെയും താഴത്ത് കുടുംബത്തിൻ്റെയും അഭിമാനമായി ഇന്ന് താഴത്ത് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർക്കുന്നത്, നിങ്ങൾ ഒരുപക്ഷേ കണ്ടിട്ടില്ലാത്ത, ഞാനും കണ്ടിട്ടില്ലാത്ത താഴത്ത് ദേവസി എന്ന ഈ ബാബുവിൻ്റെ അപ്പാപ്പൻ, അദ്ദേഹം 100 വർഷം മുമ്പ് ഇവിടെ ഓട്ട് കമ്പനികൾ സ്ഥാപിക്കുകയും മണലിപ്പുഴയുടെ തീരത്ത് ഇന്നൊക്കെ സൂപ്പർ മാർക്കറ്റുകൾ എന്ന് പറയുന്നിടത്ത് വിവിധ വ്യാപാരങ്ങളുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് സ്ഥാപിക്കുകയും ചെയ്തയാളാണ്.
ആ പാരമ്പര്യം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് താഴത്ത് ദേവശ്രീയുടെ മകനായ മാത്തുണ്ണിയുടെ മകനായ ഈ ബാബുവും ബാബുവിൻ്റെ മക്കളായ സുബിത്തും അദീപുമാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം ചെറുപ്പക്കാരെല്ലാം വിദേശങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ ബാബു തൻ്റെ 2 മക്കളെയും സുബിത്തിനെയും അദീപിനെയും അങ്ങ് ലണ്ടനിൽ വിട്ട് MBA പഠിപ്പിച്ച് ബിസിനസ് മാനേജ്മെന്റ് പഠിപ്പിച്ച് അവിടെ ജോലി ചെയ്യാനല്ല, ഈ നാട്ടിലേക്ക് വന്ന് ഈ മണ്ണിൽ ജോലി ചെയ്ത് ബിസിനസ്സും വ്യവസായങ്ങളും നടത്തി വളരുവാനുള്ള പ്രേരണയാണ് കൊടുത്തിരിക്കുന്നത്. പരമ്പരാഗതവും ആധുനികവുമായ സ്വർണം വെള്ളി ആഭരണങ്ങൾ കൂടാതെ മികവാർന്ന ബ്രൈഡൽ കളക്ഷനുകൾ ഉൾപ്പെടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കുറഞ്ഞ പണിക്കൂലിയിൽ ക്വാളിറ്റി സ്വർണം വെള്ളി ആഭരണങ്ങൾ നേടാം. ആഘോഷങ്ങൾക്ക് പൊൻതിളക്കമേകാൻ താഴത്ത് ജ്വല്ലറി, സാറ ടവർ, നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം, പാലിയേക്കര. ഫോൺ 9744144455 7594886644. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,485 രൂപ, പവന് 99,880 രൂപ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.